ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ, അതിന്റെ അടുത്ത് ആലുവ, എല്ലാവരും കേട്ട് പരിചയമുണ്ടല്ലോ. ആലുവക്ക് സമീപത്തൊരു കുഗ്രാമമുണ്ട്. അവിടെ നടന്ന ഒരു ചരിത്രം ഇവിടുത്തെ ചരിത്രകാരന്മാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പോയാൽ പണ്ഡിതന്മാര്, അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു തരും. അവിടെ ഒരു മനുഷ്യണ്ടായിരുന്നു, അയാൾക്ക് എന്താ പണിയെന്ന് അറിയാം. റസൂലുള്ളാഹിനെ പറ്റി പാട്ടുണ്ടാക്കുക, ബദരീങ്ങളെ പറ്റി പാട്ടുണ്ടാക്കുക. അയാളെ പണി അതാണ്. ഇയാളൊരു ദിവസം പാട്ടുണ്ടാക്കിയിട്ട് പള്ളിയിൽ വന്നിട്ട് പറഞ്ഞേ, ഞാൻ റസൂലുള്ളാഹിനെ പറ്റി പാട്ട് കെട്ടിയിട്ടുണ്ട്, അത് ഞാൻ പാടിത്തരാം, എല്ലാവരും അവിടെ ഇരിക്കി എന്ന് പറഞ്ഞു ഇയാൾ. വിശ്വാസക്കാരൻ കഴിഞ്ഞ ആൾക്കാർ ഇയാളൊരു നാടൻ കാക്കയാണ്, കീറി പറഞ്ഞ കുപ്പായിട്ട് കിടക്കുന്ന ഒരു നാടൻ ഫക്കീർ. പണ്ട് കാലങ്ങളിൽ കല്യാണപ്പാട്ട് പാടാൻ നടക്കുന്ന ചില മനുഷ്യന്മാരുണ്ടെന്നല്ലേ നമ്മളെ കൂട്ടത്തില് പോലും. എന്നാണ് ഇവിടെ വരും, ഞങ്ങൾ പണ്ട് കല്യാണപ്പാട്ടൊന്ന് പാടിത്തരാടെ കുത്തിരിക്കുന്ന പാരാപ്പത് കേൾക്കാനിരിക്കണം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സുന്ദരിയായ പെണ്ണിന്റെ പാട്ടല്ലേ പറ്റുള്ളൂ, കൽബില് ഫാത്തിമാന്റെ പാട്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇവരെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ആ പണ്ടത്തെ ഏലക്കമ്പാട്ടൊന്ന് പാടിത്തരാൻ ഊക്കി വിടൂലേ? ഈ വയസ്സം കാക്കാന അന്നലക്കാ നാട്ടുകാർ കണ്ടത്. ഇയാൾ പറഞ്ഞു, ഞാൻ നല്ല പാട്ടുണ്ടാക്കിയിട്ടുണ്ട്, ആ പാട്ട് ഞാൻ പാടിത്തരാറ്. ഇയാൾക്ക് എന്താ പണി? റസൂലുള്ളാഹിനെ പറ്റി പാട്ടുണ്ടാക്കുക, ബദരീങ്ങളെ പറ്റി പാട്ടുണ്ടാക്കുക. ഇതാണ് ഇയാളെ പണി. പക്ഷെ ആരും കേൾക്കാനിരുന്നില്ല. ഇയാൾക്ക് സങ്കടമായി. പടച്ചോനെ, അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഞാനൊരു പാട്ടുണ്ടാക്കിയിട്ട് അതൊന്ന് പാടിത്തരാന്ന് പറഞ്ഞപ്പോ കേൾക്കാൻ ആളില്ലാതായി പോയില്ലേ, സങ്കടപ്പെട്ടു. അങ്ങനെ ഇയാള് ഈ മിമ്പറിന്റെ കാലും പിടിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ പള്ളിയിലേക്ക് നിറച്ച ആൾക്കാരുണ്ട് കയറി വന്നു. ഇത് ചരിത്രത്തിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ നാട്ടുകാരോട് മുഴുവൻ ചെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി, അവർ പറഞ്ഞു തരും ചെയ്യും. റാവുത്തർ കുടുംബത്തിൽപ്പെട്ടതാണ്. അതിനൊരു കുടുംബം തന്നെ അവിടെ. അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കയറി വന്നിട്ടുണ്ട്, പാടിക്കോ ഞങ്ങൾ കേട്ടോളാറ്, ഈ പാടിക്കോ ഞങ്ങൾ കേട്ടോളാറ്. അങ്ങനെ ഇരുന്ന് സദസ് നിറഞ്ഞ സൊഫായിട്ട് ഇരുന്നു. ആലുവാക്ക് സമീപമുള്ള ഒരു കുഗ്രാമത്തിലെ പള്ളിയാണ്. ഇരുന്നു. ഇയാളോട് പാട്ടുപാടാൻ പറഞ്ഞു. അപ്പൊ ഇയാള് ഹാലൊക്കെ മാറി, മറ്റൊരു ഇറങ്ങിപ്പോയതൊക്കെ മറന്നു. ആൾക്കാർ വന്നല്ലോ, പാട്ടാടാൻ പറഞ്ഞില്ലേ. അപ്പൊ അയാൾ ശ്രദ്ധതായി. ഇയാൾ പാട്ടുപാടി പാടി 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 അള്ളാഹുവിന്റെ റസൂലിന്റെ മിഅ്റാജിനെ കുറിച്ച് പാടിയപ്പോൾ റസൂലുള്ളാഹി അങ്ങോട്ട് കയറി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കയറി വന്നു. ഈ പാട്ട് പാടുന്ന ആളുടെ നെറ്റത്തടത്തിൽ പോയിട്ടൊരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, പാടിക്കോ ഞാൻ കേട്ടോളാം. അയാളങ്ങോട്ട് പാടി ഒരു മുത്തം കൊടുത്ത് ഇറങ്ങിപ്പോയി. പാട്ട് സമാപിച്ചു. എല്ലാരും കഴിഞ്ഞിറങ്ങിപ്പോയി. പിറ്റേന്ന് നേരം വെളുക്കുമ്പോ പള്ളിയിൽ വന്ന് നോക്കുമ്പോ ഭയങ്കര സുഗന്ധം. ഈ മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് മരിക്കണത് വരെ അയാളുടെ ശരീരത്തിലും സുഗന്ധം, അയാൾ പോണോടത്ത് സുഗന്ധം, അയാളെ വീട്ടിൽ സുഗന്ധം, അയാളെ മയ്യത്ത് പള്ളി കൊണ്ടുവന്നിട്ട് സുഗന്ധം. അങ്ങനെ അയാളെ കൊണ്ടുപോയി മറവ് ചെയ്യുകയും ചെയ്തു. ഒരു നാടൻ കാക്ക. ആലിമൊന്നുമില്ല, മൂലേരുമല്ല. കണ്ടാലൊരു മനുഷ്യൻ മെയിൻ ചെയ്യൂല. അത് പുഴമ്പില്ല പോവാം. മനുഷ്യന്മാരെ ഗേറ്റിംഗ് ചെന്നാ പോടാ എന്നും പറഞ്ഞ് ഓടിക്കും. അത്തരം ഒരു സാധു മനുഷ്യൻ നേടിയ നേട്ടമാണിത്. ഇതെവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാര് കണ്ട അനുഭവമാണ്.